ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിനായി സർക്കാർ അടിയന്തരമായി പരിഗണിക്കേണ്ട നിർദ്ദേശങ്ങളും അധ്യാപക സമൂഹം പരിഹാരം തേടുന്ന വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറവിലുള്ള സ്കൂൾ ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക, തസ്തികകൾ വെട്ടിനിരത്തി അധ്യാപകരെ അശാസ്ത്രീയമായി ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക, ലബ്ബ കമ്മീഷൻ, കാർത്തികേയൻ നായർ കമ്മിറ്റി എന്നിവ നൽകിയ ഗുണപരമായ നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് നടപ്പിലാക്കുക, +1 ഏകജാലക പ്രവേശനത്തിലെ മാർജിനൽ വർധനവ് അവസാനിപ്പിക്കുക, 12ാം ശമ്പള കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കുക, കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, ഹയർ സെക്കൻഡറിയിലെ പൊതുസ്ഥലം മാറ്റം സമയബന്ധിതമായി നടപ്പിലാക്കുക, പ്രിൻസിപ്പൽ നിയമനം ഹയർ സെക്കൻഡറി അധ്യാപകർ പ്രമോഷൻ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം നടത്തപ്പെട്ടത്. എറണാകുളം കച്ചേരിപ്പടി സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെട്ട സംഗമം FHSATA ജില്ലാ കൺവീനർ ബിനു K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇത് അധികാരി വർഗത്തിന്റെ നിസ്സംഗതയും അവരുടെ ദാഷ്ട്യവും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് എനിക്ക് പറയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അധ്യാപകരെ നമുക്കറിയാം, അതിയായ ദുഃഖമുണ്ട്. നമ്മൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇതൊരു നാന്ദിയാണ്. നമ്മൾ ഹൈസ്കൂളിൻ്റെ കൂടെ UP സ്കൂളിൻ്റെ കൂടെ നമ്മളെ കൂട്ടിക്കെട്ടി, UP സ്കൂളിൻ്റെ ഹൈസ്കൂളിനോട് കൂട്ടിക്കെട്ടി. അതാണ് ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാണ് ഒരുമിച്ചടിക്കാനും അത് കൃത്യമായി വിതരണം ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു പരീക്ഷാഭവനിൽ സാധിക്കുമോ? നമ്മുടെ പരീക്ഷാഭവന്, ഹൈസ്കൂളിലെ പരീക്ഷാഭവന് ഇതുപോലെയുള്ള ലോഡ് സാധിക്കത്തില്ല. എക്സാം മാറിയിട്ട് ഇപ്പോൾ പുതിയൊരു കഴിഞ്ഞ 9 വർഷത്തോളമായി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന അധ്യാപക വിരുദ്ധ, തൊഴിൽ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ ശക്തമായ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയാവും എന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. റാൽഫി ജോസഫ് CJ, ബിനു ER, സഞ്ജയ് S, സിജാദ് AU, സുനിൽ ആന്റണി, ജോസഫ് മണിയങ്കോട്ട്, അബ്ദുൽ സമദ് KC, സുരേഷ് കുമാർ S, ലോറൻസ് PJ, ടോമി മോൻ CC, ജഗദീശൻ നായർ, റോയ് സേവിയർ, അലക്സ് വർഗീസ്, സുരേഷ് കുമാർ VG, രാജി PR, സുനിൽ മോഹൻ, സ്മിത CG, മേബിൾ PJ, ജോബി വർഗീസ്, ജോയ് ജോസഫ്, ജോളി P തോമസ്, ജയശ്രീ G, സിനിമോൾ TG എന്നിവർ നേതൃത്വം നൽകി. ഇതിന്റെ പ്രതിഷേധം നമുക്ക് ഏതറ്റം വരെ കൊണ്ടുചെല്ലണ്ടേ? നമ്മുടെ അവകാശമാണ്. ധൈര്യസമേതം മുന്നിട്ടിറങ്ങിയാലേ സാധ്യമാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നാം പരീക്ഷ നടത്തി നല്ല രീതിയിൽ 19 ദിവസം 18 ദിവസം പരീക്ഷ നടത്തി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അന്വേഷണം പോലും ഇല്ലാതെ നമ്മളിലൊരു അധ്യാപകനെ മലപ്പുറത്ത് സസ്പെൻഡ് ചെയ്തില്ലേ? നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂമുകളിൽ, പരീക്ഷാ റൂമുകളിൽ എന്താണ് നടക്കുന്നത്? പരീക്ഷയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നവരെ പിടിച്ചാൽ ഒരു ക്ലാസ്സിലുള്ള 30 പേരെയും നമുക്ക് പിടിക്കേണ്ടി വരും. പല സ്കൂളിലും അങ്ങനെയാണ്. 30 പേരെയും എഴുന്നേപ്പിച്ച് നിർത്തേണ്ടി വരും, 30 പേരെയും ഡീബാർ ചെയ്യേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ എന്നും പറഞ്ഞ് ക്ഷമിച്ചുകൊണ്ട് പിടിവിട്ട് പോകുമ്പോഴാണ് നീ പേപ്പർ നാടാ, നിന്നോട് പറഞ്ഞാൽ കേൾക്കാത്ത പേപ്പർ, അവിടെ നടന്ന യഥാർത്ഥ ചിത്രം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ നടന്ന യഥാർത്ഥത്തിൽ ഇതാണ്. പല പ്രാവശ്യം ആ അധ്യാപകൻ വാൺ ചെയ്തു. പുതിയ അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ പോലും പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൊമോഷൻ പോലും പൂർത്തിയാക്കാത്ത ഗവൺമെൻറ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം പറഞ്ഞു, ആ ക്ലാസ്സിൽ, മലപ്പുറം ജില്ലയാണ്, ക്ലാസ്സിൽ എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുട്ടികളാണ്. ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ പറയും, ഞാനല്ല സാറേ എന്ന് പറയും. അപ്പോൾ പുറകിൽ തൊട്ട് തിരിയേണ്ട വരും. പുറകിൽ തിരിഞ്ഞ് അവർ വർത്താനം പറയും, അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പേപ്പർ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന. ന്യൂസ് ബ്യൂറോ, കൊച്ചി.